ഷാജഹാൻ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷാജഹാൻ, കോൺഗ്രസിൽ പടലപ്പിണക്കങ്ങൾ നിരവധിയാണെങ്കിൽ കൂടി ആലപ്പുഴയിലെ കൂട്ടരാജിക്ക് പിന്നിലായുള്ള കാരണം എന്താണ്? ആര്യ, കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്. ആലപ്പുഴയിലെ പുതിയ ഭാരവാഹി നിയമനങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റുമാരെല്ലാവരും തന്നെ അസംതൃപ്തരായിരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ വിഭാഗത്തിൽപ്പെട്ടവരെ തിരികെ കയറ്റുന്നു എന്നുള്ളതാണ് പൊതുവെ ഉയർന്നു വരുന്ന പരാതി. ഇത് പരിഹരിക്കുന്നതിന് രമേശ് ചെന്നിത്തല, കെ.സി. വേണുഗോപാൽ, അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ അടക്കമുള്ളവർ ചേർന്ന് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലെ ഒരു ഹോട്ടലിൽ യോഗം ചേർന്ന് കഴിഞ്ഞ 15-ാം തീയതി നടപടി സ്വീകരിക്കുന്നതിന് DCC പ്രസിഡന്റിനും അതോടൊപ്പം തന്നെ ആലപ്പുഴയുടെ ചുമതലയുള്ള കോൺഗ്രസ് നേതാവിനും ഒക്കെ തന്നെ നിർദ്ദേശം നൽകിയെങ്കിലും അത്തരം ചർച്ചകൾ പിന്നീട് നടക്കുകയോ അത് പരിഹരിക്കാൻ കഴിയുകയോ ചെയ്തിട്ടില്ല. കാര്യം ഗ്രൂപ്പ് വളരെ സജീവമായി നിൽക്കുന്ന ഒരു പ്രദേശമാണ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസിനുള്ളിൽ. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രശ്നങ്ങളൊന്നും തന്നെ പരിഹരിക്കാൻ സാധിക്കുന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം കായംകുളത്ത് നടന്നത്. കായംകുളത്ത് ഒരു പഞ്ചായത്തിൽ നിന്ന് തന്നെ മണ്ഡലം പ്രസിഡന്റുമാർ അടക്കമുള്ളവർ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ അടക്കമുള്ളവർ രാജിവെച്ച് മാറി നിൽക്കുകയാണ്. ഇതിനൊക്കെ കാരണമായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത് ഇത്തരത്തിലുള്ള ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ താല്പര്യമുള്ളവരെ മാത്രം തിരികെ കയറ്റാൻ ശ്രമിക്കുന്നു. അത്തരം നടപടിക്കെതിരെയാണ് ശക്തമായ പ്രതിഷേധം. അതോടൊപ്പം തന്നെ ആലപ്പുഴയിലും നിരവധി നേതാക്കൾ, DC മെമ്പർമാരടക്കമുള്ളവർ രാജിക്കത്ത് നൽകിയിട്ട് മാറി നിൽക്കുകയാണ്. ഇവർക്കെതിരെ ഒന്നും നടപടി സ്വീകരിച്ചതിന്റെ പേരിലാണ് ഇത്തരത്തിൽ മാറി നിൽക്കുന്നത്. പക്ഷേ ഈ പുതിയ ഭാരവാഹികളെ നിയമിക്കുന്നതിനുള്ള കാലതാമസവും അതോടൊപ്പം തന്നെ പഴയ ആളുകളെ മാറ്റി നിർത്തുകയും അവരോട് കാരണം വിശദീകരണം പോലും ചോദിക്കാതെ മാറ്റി നിർത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരം ഒരു സാഹചര്യത്തിലാണ് പലരും BJP-യിലേക്കും പോകുന്നുണ്ട്. കാരണം ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് തന്നെ കോൺഗ്രസിലെ നിരവധി ആളുകളാണ് BJP-യിലോട്ട് ചേക്കേറുന്നത്. ഇത്തരത്തിൽ കോൺഗ്രസിൽ നിന്നും ഗ്രൂപ്പ് നേതാക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ താഴെത്തട്ടിൽ വരെ കഴിയാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസിനുള്ളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വളരെ സജീവമായി നിലനിൽക്കുന്നത്. തീർച്ചയായും ഷാജഹാൻ, കായംകുളത്ത് നിന്ന് മാത്രം 6 വാർഡ് പ്രസിഡന്റുമാരാണ് സ്ഥാനം രാജിവെച്ചത്. ആലപ്പുഴ മണ്ഡലത്തിലും നിരവധി പേർ രാജിക്കത്ത് നൽകിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയെങ്കിൽ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു നടപടി തന്നെയല്ലേ? തീർച്ചയായിട്ടും ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് നേതാക്കളുടെ ഒരു ജില്ല കൂടിയാണ്. രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ജില്ലയാണ് ആലപ്പുഴ. അവിടെയാണ് കെ.സി. വേണുഗോപാലും പാർലമെന്റ് അംഗമായിട്ട് തുടരുന്നത്. ഇത്തരത്തിൽ ഏത് ഗ്രൂപ്പിനാണ് ആധിപത്യം കൂടുതലെന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് നമുക്ക് മണ്ഡലം ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. രമേശ് ചെന്നിത്തലയെ ഒതുക്കാൻ ശ്രമം നടക്കുന്നു, അതോടൊപ്പം തന്നെ എ ഗ്രൂപ്പിനെ ഒതുക്കാൻ ശ്രമം നടക്കുന്നു. ഇത്തരത്തിലുള്ള പരാതികൾ പലതും ACC നേതൃത്വത്തിന് തന്നെ നൽകിയിട്ടും നടപടിയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അസംതൃപ്തരായിട്ടുള്ള താഴെത്തട്ടിലുള്ള നേതാക്കളും അതോടൊപ്പം തന്നെ മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ളവർ രാജിവെച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതിൽ പലരും BJP-യിലേക്ക് ഒഴുകുന്നു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശരി, ഷാജഹാനാണ് വിവരങ്ങൾ നൽകിയത്.